അപർണ പറയുന്നതിലെ ഒരു യുക്തിരാഹിത്യം അമേരിക്കയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? അപർണ വെറുതെ ഒരു CPM കേഡറായിട്ടൊന്നും സംസാരിക്കില്ല. അപർണ ഒരു സാമാന്യ യുക്തിയും ബോധമൊന്നും വേണ്ട. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ചർച്ച വഴി തിരിച്ചുവിടാൻ ശാംരാജ് നോക്കണ്ട. അങ്ങനെ ഒരു പാനലിസ്റ്റ് എടുത്തിട്ടില്ല. ഇത് നടപ്പാവില്ല ശാംരാജ്. അങ്ങനെ BJP-യുടെ അജണ്ട ആങ്കറുടെ തലയിലേറ്റിക്കാൻ ചർച്ച നടക്കില്ല. സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? ഈ നവീൻ ബാബുവിന്റെ അദ്ദേഹത്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് CBIക്ക് വിടും എന്ന് പറഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോട് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഒന്ന് നോക്കൂ, ശ്രീ MV ജയരാജൻ പറഞ്ഞ CBI അവസാന വാക്കല്ല. അതോടൊപ്പം തന്നെ അവരുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് CBI അന്വേഷണം രാഷ്ട്രീയ പ്രേരിതം എന്നാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലാവാത്തത്, കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഇരയായിരുന്ന കൊല്ലപ്പെട്ട നവീൻ ബാബുവിന്റെ കൂടെ നിൽക്കാതെ കമ്മ്യൂണിസ്റ്റുകാരിയായിട്ടുള്ള വേട്ടക്കാരിയായിട്ടുള്ള PP ദിവ്യയുടെ കൂടെ പാർട്ടി നിൽക്കുന്നതിന്റെ പിന്നിൽ എന്താണ് ഉദ്ദേശം, എന്താണ് യാഥാർത്ഥ്യം, എന്താണ്? പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് കയ്യും കെട്ടി കുലംകുത്തികളെ വെച്ച് പൊറപ്പിക്കുന്നത് എന്റെ ശൈലിയല്ല. ഒരു ചാലഞ്ച് ഉണ്ട് BJP-ക്ക്. പറയാം കേന്ദ്ര ഏജൻസിയാണ്, കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു നിൽക്കാം കുറച്ചു കാലത്തേക്ക്. എന്നല്ലാതെ ഇതൊരു കൃത്യമായ രീതിയിലേക്ക് അന്വേഷണം നടന്ന ഒരു നീതി കൊണ്ടുവരും, മറ്റെന്തെങ്കിലും ഒരു ജഡ്ജ്മെന്റ് വരും എന്ന് ശരിക്കും കരുതുന്നുണ്ടോ? എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഞാൻ പറഞ്ഞുതരാം. കാലിത്തീറ്റ കുംഭകോണം, പ്രിയദർശിനി മട്ടുവിന്റെ കൊലപാതകം, ജസി കലാറിന്റെ കൊലപാതകം, നിതാരി കില്ലിംഗ്, നോയിഡയിലെ നിതാരി മണ്ടത്തിലൊക്കെയാണ് പറയുന്നത്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? കേരള പോലീസാണോ ബീഹാർ പോലീസ്? അപർണ പറയുന്നതിലെ ഒരു യുക്തിരാഹിത്യം അമേരിക്കയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? അപർണ വെറുതെ ഒരു CPM കേഡറായിട്ടൊന്നും സംസാരിക്കില്ല. അപർണ ഒരു സാമാന്യ യുക്തിയും ബോധമൊന്നും വേണ്ട. നിന്റെ ബുദ്ധിയില്ലായ്മ നീ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. ഒന്ന് മൊത്തം കേൾക്കാൻ അപർണ അനവസരപ്പെടല്ലേ. ഞാൻ പറഞ്ഞത് ഈ രാജ്യത്ത് അത് ഞങ്ങൾ ഭരിക്കുമ്പോൾ മാത്രമൊന്നും അല്ലാന്ന്. നിങ്ങൾക്ക് എന്താണ് ഇവിടെയാണ് പ്രശ്നം നടന്നത്. ഞാൻ പറഞ്ഞത് BJP വരുന്നതിന് മുമ്പും ശേഷവും ഒക്കെയുള്ള സമയത്ത് CBI അന്വേഷിച്ച് കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത കേസുകളാണ്. ആ സമയത്ത് CBI വേഴ്സസ് കേരള പോലീസ് എന്നൊക്കെ പറയണമെങ്കിൽ അപർണ അത് ചില്ലറ യുക്തിരാഹിത്യം ഒന്നും പോകണ്ട. എനിക്ക് അപർണയുടെ ആ ഒരു ബോധത്തെ എനിക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കൂടുതൽ പരിഹസിക്കാൻ വേണ്ടി പോകുന്നില്ലെങ്കിലും അപർണയുടെ ആ ബോധത്തെ ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നില്ല. അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച സമയത്ത് അവർ നിയോഗിച്ചിട്ടുള്ള പോലീസ് അതിലെ ഒരാള് സ്ഥാനാർത്ഥിയായപ്പോ അതെന്തോ നിഷ്പക്ഷമാണെന്ന് പറയുന്ന അപർണയ്ക്ക് ശാംരാജ് അല്ലല്ല, അത് നിഷ്പക്ഷം വേണ്ട. ഞാനൊരു 5 കേസ് പറഞ്ഞു. CBI വന്ന ശേഷം CBI ഇവിടെ വന്ന ശേഷം കേരള പോലീസ് കണ്ടുപിടിച്ചതിൽ നിന്ന് ഒരു വരി കൂടുതൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. അപർണ, ഞാൻ 50 എണ്ണം പറയാം. നിങ്ങൾ 100% എല്ലാ കേസുകളും ആ ശിക്ഷ വാങ്ങിച്ചു അന്വേഷണ ഏജൻസിയുടെ പേര് നിങ്ങൾ പറയും. ഈ ലോകത്തിന് പേര് പറയും നിങ്ങൾ. വിവാദമായിട്ടുള്ള മാധ്യമ ശ്രദ്ധ നേടിയ കേസുകൾ നിങ്ങൾ ആ സഹ്യപർവ്വതം കേരളത്തിനകത്തേക്ക് വാ. നമ്മൾ കേരളത്തിലല്ലേ സംസാരിക്കുന്നത്, കേരളത്തിനകത്തേക്ക് വാ ശാംരാജ്. ഏത് ഞങ്ങള് നമുക്ക് കേരളത്തിനകത്ത് സംസാരിക്കാം. കേരളത്തിനകത്ത് വരുമ്പോൾ സംസാരിക്കുക. കേരളത്തിനകത്ത് തന്നെ ഈ കേരളത്തിന് അപർണ ഈ കേരളം എന്ന് പറഞ്ഞ പ്രത്യേക രാജ്യമല്ലെന്ന് അപർണ ആദ്യം മനസ്സിലാക്കേണ്ടത്. കേരളം എന്ന് പറഞ്ഞ പ്രത്യേക രാജ്യമല്ല. സഖ്യനും ബിന്ദിനും ശിവാലിക്കും എല്ലാ മലനിരകളും ചേർന്നിട്ടുള്ള രാജ്യത്തിന്റെ ഭാഗമാണ് ഇതും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ കുറച്ച് പുറത്തേക്ക് പോവാ. ഈ ബിന്ദിന് ഇച്ചിരി പുറത്തേക്ക് പോ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്ക്. എന്താണ് CBI എന്നും എന്താണ് ED എന്നും എന്താണ് ഇന്നലെ കോടതി ED യെ കുറിച്ച് പറഞ്ഞതൊക്കെ ഒന്ന് പഠിക്ക്. പുറത്തേക്ക് വാ. നമ്മുടെ കുളത്തിൽ വെറുതെ ഇത്തരത്തിലുള്ള യുക്തിരാഹിതം ആ ചർച്ച മാറ്റിയത് അപർണയാണ്. നിങ്ങൾ പറയുന്നത് ലോജിക്ക് ചർച്ച അങ്ങനെ മാറിപ്പോയെങ്കിൽ പിണറായി സർക്കാരിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ CPM സ്ഥാനാർത്ഥിയാക്കിയിട്ട് മത്സരിപ്പിച്ച നാടായത്.
എന്താ ഉറക്കം വരുന്നു. പിണറായി സർക്കാരിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ശരി, ആ പോയിന്റിൽ ഒരു നിഷേധവുമില്ല. ആ പോയിന്റിൽ ഒരു നിഷേധിക്കുന്നില്ല ശ്യാംരാജ്. അതിൽ നിഷേധിക്കുന്നില്ല. ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കുളത്തിൽ നിന്ന് പുറത്തേക്ക് വരാത്തതിന്റെ പ്രശ്നമാണ് പറഞ്ഞത്. വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ശരി, അതൊക്കെ അത് നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ അല്ല ഞാനൊന്ന് ഇടപെടുന്നു. ശ്യാംരാജ് ആ പറഞ്ഞ കാര്യം, അങ്ങനെ മത്സരിച്ച കാര്യം അടക്കം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ചർച്ച തുടങ്ങിയത് തന്നെ. ശ്യാംരാജ് കേട്ടു എന്നാണ് വരുന്നത്. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ? അല്ല മറുപടിയിലേക്ക് വരാം. കേരള പോലീസ് അപർണ ഇപ്പോഴും ഓർത്ത് നിൽക്കുന്നുണ്ടോ? CBI-യെക്കാളും കപ്പാസിറ്റി ഉണ്ടെന്ന് അപർണ വാദിക്കുന്നുണ്ടോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അപർണ വാദിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നു, CBI വേഴ്സസ് കേരള പോലീസ് എന്ന് പറഞ്ഞ വാദത്തിൽ അപർണ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അല്ല, എന്റെ മുന്നിലുള്ള കേസുകളിൽ അങ്ങനെയെങ്കിൽ ആ പഠനം തെറ്റാണ്. അങ്ങനെയെങ്കിൽ അപർണയുടെ ആ പഠനവും ആ വാദവും തെറ്റാണ്. ഞാൻ കേരള പോലീസ് അന്വേഷണം പോവാണ്. ശരി, നമ്മൾ ആ കേസിൽ നിന്ന് വിട്ടുപോവുകയാണ്. ഉപദ്രവിക്കരുത്. മുഹമ്മദ് ഷമാസ് അടക്കമുള്ളവർ പറയട്ടെ, കേരള പോലീസ് മോശമാണോ എന്ന് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ പ്രതിനിധികൾ പറയട്ടെ. CBI എന്നൊക്കെ വാദം പറഞ്ഞ അപർണ, ഇതിനകത്ത് നിങ്ങൾ ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും ഒരു 5 കേസ് പറഞ്ഞാൽ മതി. കേരള പോലീസ് കണ്ടുപിടിച്ചതിന് അപ്പുറത്തേക്ക് ഒരു 5 കേസ്. ശ്യാമിന് സമയമുണ്ടല്ലോ. ശ്യാം, ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും പറഞ്ഞാൽ മതി. ഒരു 5 കേസ് പറഞ്ഞായിരുന്നേ. പ്രമാദമായിട്ടുള്ള കേസ് സംസ്ഥാന പോലീസ് അന്വേഷിച്ചത് വ്യത്യസ്തമായിട്ട് കണ്ടുപിടിച്ച 5 കേസ് പറഞ്ഞായിരുന്നേ. കഴിഞ്ഞില്ല ഇനി കൊറേ ഉണ്ട്. ചിരി മണ്ണ് തപ്പും. നിന്റെ ഒരു കോമഡി പറഞ്ഞടാ. കേരളത്തിൽ ഒരു 5 കേസ് കണ്ടുപിടിക്കാമേ. ബുദ്ധിമുട്ടില്ലല്ലോ, എളുപ്പമല്ലേ? എളുപ്പത്തിലൊന്ന് കണ്ടുപിടിക്കുക. ഞാൻ 5 കേസ് അങ്ങോട്ട് പറഞ്ഞു. സിസ്റ്റർ അഭയ അല്ല, കൊടുത്തതിൽ എത്ര കേസ്? കൊടുത്തതിൽ എത്ര കേസ്? കൊടുത്തതിൽ എത്ര കേസിൽ നോക്കൂ CBIക്ക് കൃത്യമായിട്ടുള്ള ഉദ്യോഗസ്ഥർ അല്ല ശ്യാംരാജ്, അങ്ങനെയാണെങ്കിൽ വളരെ സീരിയസ് ആയി പറയാം. CBIക്ക് കൃത്യമായിട്ടുള്ള ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. CBIക്ക് കൃത്യമായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഇല്ല എങ്കിൽ അതുപോലും അന്വേഷിക്കാതെ കേന്ദ്ര സർക്കാരിന്റെ വക്താവായിട്ടുള്ള താങ്കൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കൊടുത്ത കേസുകൾ കേരള പോലീസ് അന്വേഷിച്ചിട്ട് എന്ത് സംഭവിച്ചു? അത് പറഞ്ഞ അപ്പൊ വളരെ അബദ്ധജടിലമായിട്ടുള്ള ഒരു വാക്കുണ്ട്. അതായത് CBIക്ക് ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ ഉത്തരം പറയാം. നിനക്ക് വേറെ പണിയില്ലേ എന്റെ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ? CBIക്ക് കൊടുക്കാനുള്ള കാരണം എന്താണ്? CBIക്ക് ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്നല്ലേ പറയുന്നത്. CBIക്ക് വിട്ടത് BJP ആണോ? കേരളത്തിലെ കേസുകൾ CBIക്ക് വിട്ടത് BJP ആണോ? യാതൊരു അർത്ഥമില്ല BJP പോകല്ലേ? പറഞ്ഞിട്ട് പോയാൽ അങ്ങനെ ശരിയാവുന്നേ? ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോലെ ഒറ്റ ചോദ്യം. എന്റെ സമയം നിങ്ങൾ എടുത്തു. സമയം തരാൻ പറ്റില്ല. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഒറ്റ ചോദ്യം. കേരളത്തിൽ ഏത് കേസാണ് എത്ര സമയം മറ്റു ഞാൻ അതിന് ഉത്തരം പറഞ്ഞു. ഒറ്റ സെക്കൻഡ് ഞാൻ തിരികെത്താം. ഇങ്ങനെ ചർച്ച പോവില്ല ശ്യാം, ഇങ്ങനെ ചർച്ച പോവില്ല. ഇങ്ങനെ അത്തരം രീതികളിലൊന്നും പറഞ്ഞുകൊണ്ട് ചർച്ച വഴി തിരിച്ചുവിടാൻ ശ്യാംരാജ് നോക്കണ്ട. നിങ്ങളുടെ അജണ്ട നടപ്പാക്കാനുള്ള ചർച്ചയല്ല ഇത്. നോക്കൂ ശ്യാംരാജ്, നിങ്ങളുടെ അജണ്ട നടപ്പാക്കാനുള്ള ചർച്ചയല്ല ഇത്. അങ്ങനെ ഒരു പാനലിസ്റ്റ് എടുത്തിട്ടില്ല. ഇത് നടപ്പാവില്ല ശ്യാംരാജ്. അങ്ങനെ BJPയുടെ അജണ്ട ആങ്കറുടെ സമയത്തേക്കാനുള്ള ചർച്ച നടക്കില്ല. അങ്ങനെ ഒരു അജണ്ടയും നടക്കില്ല. ആ രീതി നടക്കില്ല. വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വെറുതെ അല്ല, അപർണ തിരിച്ചുവിട്ട വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവും. അത് നടക്കില്ല, അത് നടക്കില്ല, അത് നടക്കില്ല. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഡോക്ടർ പ്രേംകുമാർ ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.